സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എത്രത്തോളം അറിയോ. ഇപ്പൊ മുജാഹിദ് പറഞ്ഞ് എവിടേക്ക് എത്തിയെന്നോ? കാഫിറാക്കാൻ മമ്പറത്ത് പോകേണ്ടതില്ല, ബദരീങ്ങളെ വിളിക്കേണ്ടതൊന്നുമില്ല. മുജാഹിദ് ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാല്, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹ് 99 തവണ പറഞ്ഞാൽ ആള് കാഫിറാകുന്ന. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പുതിയൊരു കാഫിർ? ഖുർആനും സുന്നത്തും അനുസരിച്ച് പറയുന്ന മുജാഹിദുകളാ. കേട്ടോളൂ, ഞാൻ പറയണ്ട, ബാലുശ്ശേരി പറയട്ടെ. ഒരാൾ ലോറി നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇത് 33 വട്ടമാണ്. എല്ലാവർക്കും അറിയാം. ലോകത്തൊരു മുസ്ലിമിന് എതിരെ അഭിപ്രായമില്ല. ഒരാള് നമ്മളോട് ചോദിക്കണേ, ഇക്കാക്ക സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? ഓ, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ആണോ? ആ, അതെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നല്ലതാണോ? ആ, നല്ലതാണ്. എന്നാലേ ഞാൻ എല്ലാ ഫർള് നിസ്കാരത്തിനും 99 വട്ടം ചൊല്ലു ഓരോ ദിക്റും എന്ന് അയാൾ തീരുമാനിച്ചാലോ അവസ്ഥ കഥ കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞു. ഞാൻ കഥ കഴിക്കുന്നല്ല, അയാളെ കഥ കഴിഞ്ഞു. ഇസ്ലാമെന്ന് പുറത്തുപോയി. ഇസ്ലാമെന്ന് പുറത്തുപോയി. എന്താ ചെയ്ത തെറ്റ്? ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ് 99 തവണ പറഞ്ഞുപോയി. അങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമെന്ന് പുറത്താണ്. ഇതേത് ഖുർആനിലുള്ളതാ? ഏത് ഹദീസിലുള്ളതാ? ഇവിടെ ചിന്തിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ എൻ്റെ ഈ സംസാരം കേൾക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ശരിയല്ല എന്ന് ഞങ്ങൾ പറയുന്നത് എന്ന് ഓർക്കണം. മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കുക, എന്നിട്ട് പറയുന്നതോ ഞങ്ങൾ ആരെയും കാഫിറാക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ചെയ്തത് എന്താ? മുജാഹിദിന്റെ ആളുകൾ പറയും ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട്. സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളൂ, ഞങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പറയട്ടെ. പിന്നെ ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടാക്കിയ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനം വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെ മാറ്റങ്ങള് അയാള് തന്നെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയോ? ഒരു സ്ഥലം അയാളെ പ്രസംഗത്തിന്റെ CD എന്റെ കയ്യിലുണ്ട്. അതിൽ അയാൾ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം എന്താണ്? കേരളത്തിലെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഷെഡ്ഡി ധരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അടിവസ്ത്രം ധരിക്കാൻ തുടങ്ങി. ഇത് ഞങ്ങളുടെ മാറ്റമാകുന്നു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഞങ്ങൾക്കും എതിർപ്പില്ല. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എത്തിയപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ഷെഡ്ഡി ധരിക്കാൻ നിർബന്ധിതരായെങ്കിൽ അത് നിങ്ങളെ നേട്ടമായിക്കോട്ടെ, ഞങ്ങൾക്കൊരു പരാതിയില്ല. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കിയ നേട്ടം അതല്ല. വേറൊരു മൗലവിയുണ്ട്, മുജാഹിദ് ബാലുശ്ശേരി. മൂപ്പർ പറയുന്നു മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത മേഖലകളില്ല, എല്ലാ മേഖലകളിലും ഞങ്ങൾ കൈവച്ചിട്ടുണ്ട്. എവിടൊക്കെ കൈവച്ചത്? അയാളെ നാവോട് തന്നെ പറയട്ടെ, ഞാൻ പറയുന്നില്ല. കേട്ടോളൂ, കേൾക്കി, ശരിക്കും കേൾക്കി. ഇത് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ കൈവച്ച സ്ഥലം ഞങ്ങൾക്ക് മനസ്സിലായി. ഇതാ മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? ഇതാണ്. അങ്ങനെയാണ് തൊടുപുഴയിൽ നിന്ന് കൈവച്ച വാർത്തകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്.